നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. മസ്തിഷ്ക രോഗങ്ങൾ കുട്ടികളിൽ എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ വിനയനാണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. സാധാരണയായി കുട്ടികളിൽ കാണുന്ന മസ്തിഷ്ക രോഗങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിൽ കാണുന്ന മസ്തിഷ്ക രോഗങ്ങളെ പ്രധാനമായി നമുക്ക് 3 രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, ജന്മനാ ഉള്ള ഗർഭാവസ്ഥയിൽ വരുന്ന രോഗങ്ങൾ. രണ്ടാമത്, ജനിച്ചു കഴിഞ്ഞിട്ട് വരുന്ന രോഗങ്ങൾ. പിന്നെ മൂന്നാമത്, ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ. അത് ജനിച്ചു കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ അതായത് അസുഖം ഗർഭാവസ്ഥയിൽ കുട്ടിയുടെ ബ്രെയിനിനുണ്ടാകുന്ന ചില ക്ഷതങ്ങൾ അത് വന്ന് പിന്നെ വരുന്ന മസ്തിഷ്ക രോഗങ്ങളായി മാറി അത് തുടർച്ചയായിട്ട് നിലനിൽക്കുന്നതിനാണ് ഒരു രോഗം എന്ന് പറയുന്നത്. ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് നമ്മൾ പറയുകയാണെങ്കിൽ 2 രീതിയിൽ അതിനെ കാണാം. അതായത് ഈ ജനിതകമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, അതായത് ബ്രെയിനിനകത്തുള്ള സ്ട്രക്ചറിൽ, അതായത് മസ്തിഷ്കത്തിൻ്റെ സ്ട്രക്ചറിന് വരുന്ന ഡാമേജുകൾ, അത് ജന്മനാ ഉണ്ടാകുന്നതാവാം, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഭ്രൂണാവസ്ഥയിൽ വരുന്ന ചില ഡാമേജിൻ്റെ ഫലമായിട്ട് വരുന്നതാവാം. അത് പലതും നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ഇത് ബ്രെയിനിൻ്റെ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ വരികയാണെങ്കിൽ അത് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് പ്രസവിച്ച് കഴിഞ്ഞ് നമുക്ക് കുട്ടിയെ കൈ കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞതിന് ശേഷമോ ആയിരിക്കും നമുക്ക് പലപ്പോഴും അത് കാണാൻ സാധിക്കും. അപസ്മാരം, ഓട്ടിസം തുടങ്ങിയ പ്രശ്നങ്ങളാണല്ലോ കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്നത് മസ്തിഷ്ക രോഗങ്ങൾ. അപസ്മാരം വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തം അപസ്മാര രോഗത്തിൻ്റെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 70% കുട്ടികളിലാണെന്ന് പറയും. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഒരു അപസ്മാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദ്യുത തരങ്ങളിലുള്ള ഒരു തരം വ്യതിയാനങ്ങളാണ്. അപ്പോൾ പൊതുവേ കുട്ടികളിൽ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ബ്രെയിൻ നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ബ്രെയിൻ പോലെയല്ല. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈദ്യുതരങ്ങളുടെ ഒരു പൊതുവെ തോത് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ തോത് കൂടുതലാകുമ്പോൾ അതിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അപസ്മാരമായിട്ട് മാറും. അപ്പോൾ എന്ത് ടൈപ്പ് അസുഖങ്ങളും കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ, എന്ത് തരം ക്ഷതങ്ങൾ, ഇപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി വന്നാലും, അതല്ലെങ്കിൽ ഒരു മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരങ്ങൾ വന്നാലും, അതല്ലെങ്കിൽ ബ്രെയിനകത്തുള്ള ഡാമേജുകൾ വന്നാലും, എന്ത് വന്നാലും അപസ്മാരമായിട്ട് വരാം. അപ്പോൾ അപസ്മാരം ഒരു രോഗമല്ല, പ്രധാനമായിട്ട് ഒരു രോഗലക്ഷണം എന്ന് പറയാം. ഇപ്പോൾ പനി പോലെയൊക്കെ ഒരു രോഗലക്ഷണമാണ്. ബ്രെയിനിന് വരുന്ന പല അസുഖങ്ങളുടെ പുറത്തോട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് അപസ്മാരം. അപ്പോൾ അപസ്മാരം വളരെ കൂടുതലാണ്. പിന്നെ ഓട്ടിസം എന്ന് പറയുന്നതും എഗെയിൻ പറയുകയാണെങ്കിൽ ഒരു തരം ലക്ഷണങ്ങളാണ്. അതായത് കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് കുറയുക, അല്ലെങ്കിൽ നമ്മളായിട്ട് സാമൂഹ്യമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കുറയുക, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെ കുട്ടിക്ക് ഒരു ഓട്ടിസത്തിൻ്റെ ടെൻഡൻസി ഉണ്ട്. അതായത് നമുക്ക് സാമൂഹ്യമായിട്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുഖത്ത് നോക്കാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സംസാരശേഷി തന്നെ ഇല്ലാതെയാവുക, ഇതൊക്കെയാണ് ഓട്ടിസം. പക്ഷേ ഈ ഓട്ടിസം പോലും ഒരു തരം രോഗലക്ഷണമാണ്. എന്താ വെച്ചാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിലുള്ള ഒരു തരം വൈകല്യങ്ങളാണ്. പല അസുഖങ്ങൾ കൊണ്ട് ഈ ഓട്ടിസത്തിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാവാം. വേറെ എന്തെല്ലാമാണ് കോമൺ ആയിട്ട് കാണുന്ന മസ്തിഷ്ക രോഗങ്ങൾ? മസ്തിഷ്ക രോഗങ്ങൾ കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു കുട്ടി പെട്ടെന്ന് പനി വന്ന് ഒരു മസ്തിഷ്ക ജ്വരം വരുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രതിവിധി, അതായത് ഉടനെ ചികിത്സിക്കാവുന്ന ഒരു അസുഖം. അതായത് എന്ത് ടൈപ്പ് ബ്രെയിൻ ഫീവറും, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് എന്ന് പറയാം, അത് ബാക്ടീരിയകൾ ഉണ്ടാക്കാം, TB ഉണ്ടാക്കാം, വൈറസുകൾ ഉണ്ടാക്കാം. അത് പെട്ടെന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു പനി കൂടി ബോധം പോകുന്നു, അല്ലെങ്കിൽ പിച്ചും പേയും പറയുന്നു, ഒരു അപസ്മാര രോഗം വല്ലതും ഉണ്ടാകുന്നു, അതിന് പെട്ടെന്ന് ചികിത്സ കിട്ടേണ്ട അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ വളരെ നേരത്തെയുള്ള ചികിത്സ കൊണ്ട് തന്നെ അതിനെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. പിന്നെ ബ്രെയിനിനുണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ മസ്തിഷ്ക ജ്വരമാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. മസ്തിഷ്ക ജ്വരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയ കൊണ്ടുവരാം. അതായത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, അതായത് പല ടൈപ്പ് ബാക്ടീരിയകളുണ്ട്. അത് നമുക്ക് പല രീതിയിൽ നമ്മുടെ ശരീരത്തിലെത്താം. അത് കുഞ്ഞുങ്ങളിൽ ഈ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രക്തത്തിൽ ഈ ബാക്ടീരിയ എത്തിക്കഴിഞ്ഞാൽ വലിയ ആൾക്കാരിൽ അത് ബ്രെയിനിലേക്ക് എത്താനുള്ള ചാൻസ് കുറച്ചും കൂടി കുറവാണ്. അപ്പോൾ ഇത് കുട്ടികളിലാവുമ്പോൾ അത് പെട്ടെന്ന് ബ്രെയിനിലെത്തും. അപ്പോൾ അങ്ങനെ ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഡാമേജ് വരും.
അപ്പോൾ അങ്ങനെ വരുന്ന മെനിഞ്ചൈറ്റിസ് ആണ് ഒരു പ്രധാന രോഗം. അതിന് നമുക്ക് അതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ? ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് ഇപ്പം 2 ടൈപ്പ് ബ്രെയിൻ ട്യൂമർ ഉണ്ട്. അതായത് നമ്മൾ ബിനൈൻ ട്യൂമർ അല്ലെങ്കിൽ മാലിഗ്നൻ ട്യൂമർ എന്ന് പറയും. അതായത് ബ്രെയിൻ ഇങ്ങനെ ട്യൂമർ ഇങ്ങനെ വലുതായി വരുന്നതിനാണ് മാലിഗ്നൻ ട്യൂമർ എന്ന് പറയുന്നത്. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് വലുതാവുന്നില്ല, അത് ബ്രെയിനകത്തുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ട്യൂമേഴ്സ് വരാം. അപ്പോൾ അത് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. ബ്രെയിനിൻ്റെ അകത്ത് ചില പ്രത്യേക ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അപസ്മാര രോഗം പോലെ വരാം. വേറെ ചില ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രെയിനിൻ്റെ ഇതിൻ്റെ ബ്ലോക്കായിട്ട് വരാം. അതല്ലെങ്കിൽ ബ്രെയിനകത്ത് സംസാരശേഷി കുറയുക, അല്ലെങ്കിൽ കൈകാലം തളർന്നു പോവുക, അങ്ങനെ പല രീതിയിൽ ഇത് വരാം. അത് കുട്ടികളിലും വലിയവരിലും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഏത് ടൈപ്പ് അപസ്മാരമാണെന്ന്, ഏത് ടൈപ്പ് ട്യൂമർ ആണെന്നുള്ളതനുസരിച്ചുള്ള ചികിത്സയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, നമസ്കാരം ഡോക്ടർ. പറയൂ. അത് എൻ്റെ ഒരു സഹോദരിയുടെ മോനെ ഞങ്ങൾ നേരത്തെ ഒരു 8 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് മെഡിക്കൽ ടെസ്റ്റിൽ 6,000 രൂപയായിട്ട് കണ്ട് മെഡിസിൻ കഴിച്ച് കുഴപ്പമില്ലാത്ത കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഈ കണ്ണിന് ഇങ്ങനെ കാഴ്ച കുറയണം. അത് കണ്ണിന് കാഴ്ച കുറയുന്നത് ഇപ്പം 2 വർഷമായിട്ടേ ഉള്ളൂ? 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഇപ്പം ഫിക്സ് പോലെ വരുന്നുണ്ടോ? ഇപ്പൊ ഫിക്സ് പോലെ വരുന്നില്ല. ഇല്ല. ഇപ്പൊ മരുന്നുകൾ കഴിക്കുന്നുണ്ട്? ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്. മെഡിക്കൽ ടെസ്റ്റിൽ വീണ്ടും 6,000 വീണ്ടും കണ്ടിരുന്നു. എന്നിട്ട് ഇപ്പൊ സന്ദീപ് M.A.Q എന്ന് പറഞ്ഞ ഡോക്ടറെ കാണുന്നത്. അല്ല, കാഴ്ച കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ എന്ത് കാരണമാണെന്നുള്ളത് ഒരു വിശദമായ പരിശോധന ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അപസ്മാര രോഗത്തിൽ കാഴ്ച അങ്ങനെ കുറയാറില്ല, വിഷൻ്റെ ഒരു കുഴപ്പം അങ്ങനെ വരാറില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അത് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത് കണ്ണിൻ്റെ കുഴപ്പമാണോ അതോ ബ്രെയിനിൻ്റെ കുഴപ്പമാണോ ഞരമ്പുകളുടെ കുഴപ്പമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ സാധാരണ കാണുന്ന ഡോക്ടറായിട്ട് തന്നെ ബന്ധപ്പെട്ട് ചികിത്സ തുടർന്ന് നടത്തുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. സാറേ, ഞാൻ നമ്മുടെ കൊച്ചിനെ ഹലോ പറഞ്ഞോളൂ. നമ്മളെ കൊച്ചിനെ ഒരു ഫിക്സ് പോലെ കാണുന്നുണ്ട്. അവൻ ഒരു 8 മാസം പ്രായമുള്ളപ്പോ ഒരു വെയിറ്റ് തലേ ചാടിയായിരുന്നേ. അപ്പൊ വെയിറ്റ് കെട്ടി ചാടിയപ്പോ അന്ന് കുറച്ച് സീരിയസ്നെസ് ആയിരുന്നു. ഹലോ. പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. സീരിയസ്. അന്നേരം പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അന്നേരം ഒരു 6 മാസം കഴിച്ചു. ഈ ബ്രെയിനിന് ചെറിയൊരു പൊട്ടൽ, ബോട്ടിക്ക് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. അവൻ അന്നേരം ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ ഒരു 12 വയസ്സ് കഴിഞ്ഞപ്പോഴേ 12 വയസ്സ് കഴിഞ്ഞപ്പോ ഇവന് ഫിക്സ് പോലെ ആദ്യം തലവേദനയായിരുന്നു തുടങ്ങി. അത് ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല. അത് മൈഗ്രീൻ്റെ ഡോക്ടർ പറഞ്ഞു മരുന്നൊക്കെ കഴിച്ചു. ഒരു പിന്നെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇവന് ഇടയ്ക്ക് ഒരു ഫിക്സ് പോലെ കാണിച്ചേ. അപ്പൊ ഇപ്പൊ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഒരു 7 മാസമായി മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഇത് ഇപ്പം മസ്തിഷ്ക ക്ഷതങ്ങൾ, ഇങ്ങനത്തെ ഈ ട്രോമ, അതായത് ഇഞ്ചുറി വന്നിട്ട്, ഹെഡ് ഇഞ്ചുറി വന്നിട്ട് മസ്തിഷ്ക ക്ഷതങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ചെറിയ സ്കാറിങ് വരും, ബ്രെയിനിൽ അടയാളങ്ങൾ വരും. അങ്ങനെ ബ്രെയിനിൽ അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരു അപസ്മാര രോഗത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു ഇപ്പം പറഞ്ഞ കുട്ടിക്കുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കൂടുതൽ ടെസ്റ്റുകൾ, ഒരു MRI സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എവിടെയാണ് അതിൻ്റെ ഡാമേജ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അതിനനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യാനും സാധിക്കും. ഓക്കെ ഡോക്ടർ, ഈ നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന മസ്തിഷ്ക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് ജനന ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്. അതായത് നമുക്ക് നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഭാവിയിൽ, അതായത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കുട്ടിയിൽ സംഭവിച്ച പോലെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചെറിയ മസ്തിഷ്ക ക്ഷതങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അസുഖങ്ങളായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ നവജാത ശിശുക്കളിൽ ഇപ്പം
പ്രസവ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ കുഞ്ഞ് കരയാതിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റിലൊരു വേരിയേഷൻ വരിക, അതായത് ആവശ്യത്തിന് രക്തവും ഓക്സിജനും ബ്രെയിനിലേക്ക് എത്താതിരിക്കുകയാണെങ്കിൽ ബ്രെയിനിൽ ഡാമേജ് വരാനും അത് അവിടെ ഒരു മുറിവുകൾ വരിക, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മുറിവുകൾ വരിക, മുറിവ് ഉണങ്ങി അടയാളങ്ങൾ വരിക ബ്രെയിനിനകത്ത്. അങ്ങനെ അടയാളങ്ങൾ ബ്രെയിനിനകത്ത് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാം അത്. അപ്പോൾ കുട്ടികൾ അവരുടെ ബുദ്ധിവികാസത്തിനെ ബാധിക്കാം, അവരുടെ സംസാരശേഷിയെ ബാധിക്കാം, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതി ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കുറേ കുറഞ്ഞിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു 100%, ഏകദേശം 100%-ഓളം റിമോട്ട് പ്ലേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം 100%-ഓളം ഇപ്പോൾ ആശുപത്രികളിലാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാം. പക്ഷേ എന്നാൽ പോലും നമ്മളുടെ ആ മോണിറ്ററിംഗ് സിസ്റ്റം ഇപ്പോഴും കുറേയും കൂടി ബെറ്റർ ആക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള ഇത്തരം മസ്തിഷ്ക രോഗങ്ങൾ, കുട്ടികളിലുള്ള മസ്തിഷ്ക രോഗങ്ങളെ ഒരു നല്ലൊരു പരിധിയോളം കുറയ്ക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ. പറയൂ. നമ്മുടെ ഒരു കുട്ടിക്ക് ആള് ചെറുപ്പത്തിലെ ഇതേമാതിരി അപസ്മാരം മാതിരി ബ്രെയിൻ ഫീവർ വന്നു, പനി വന്നു. അപ്പൊ അവൻ ആസ്പത്രിയിൽ കാട്ടി. പിന്നെ അതിനുശേഷം ഇപ്പൊ 12 വയസ്സായി. ഇപ്പൊ ആൾക്ക് ഓട്ടിസത്തിന്റെ ഇതാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു. ഇപ്പൊ മരുന്നൊക്കെ കഴിച്ചു. എന്നാലും ഇപ്പൊ ആൾക്ക് ഇടയ്ക്ക് എങ്ങനെ മൂളും കിടന്നിട്ട്. ഇടയ്ക്ക് മൂളുന്നു? മൂളുള്ളൂ, സംസാരിക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഭയങ്കര വാശി, കരച്ചിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി എന്താ മരുന്ന് കഴിക്കണ്ട, എന്താ കാണണ്ടെന്ന് അറിയാൻ. അല്ല, ഇപ്പൊ അപസ്മാര രോഗങ്ങൾ വല്ലതും വരുന്നുണ്ടോ? ഫിറ്റ്സ് പോലെ വരുന്നുണ്ടോ? അപസ്മാരം ഇപ്പൊ അങ്ങനെ വരാറില്ല. പക്ഷെ ഓട്ടിസത്തിന്റെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തലേര ബാക്കിലൊക്കെ തട്ടും, ചെവിമ തട്ടും. പിന്നെ ആള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൂളും. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞ് ഭയങ്കര സ്നേഹമായിട്ട് നമ്മളൊക്കെ പിടിക്കും. പിന്നെ ബുക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ നോക്കുക, ബുക്കിനെ കടിച്ചിരിക്കുക, ബുക്കിന്റെ പേപ്പറൊക്കെ. അല്ല, ഇത് ഇപ്പം അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്തിഷ്ക ജ്വര കാരണം ബ്രെയിനകത്ത് ഡാമേജ് വന്ന് അതിന് വരുന്ന ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വൈകല്യങ്ങളെ പറ്റിയാണ് ഇപ്പം സംസാരിച്ചത്. അതായത് അവർക്ക് സംസാരശേഷി കുറയാം, അതല്ലെങ്കിൽ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ ബുദ്ധിവികാസം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരില്ല, സംസാരശേഷി ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ടാവണമെന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം അപസ്മാര രോഗം, വളരെ ശക്തിയായിട്ടുള്ള അപസ്മാര രോഗം വരാം. അപ്പോൾ അങ്ങനെ വളരെ ശക്തിയായിട്ടുള്ള അപസ്മാര രോഗം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ബ്രെയിനിൻ്റെ വികാസത്തിനെ ബാധിക്കാം, ബുദ്ധിവികാസത്തിനെ ബാധിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇതിനകത്ത് ഇപ്പം ഈ മസ്തിഷ്ക ജ്വരമൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഒരു തരം ഇപ്പോൾ നമ്മളൊരു മേജർ റോഡ് ആക്സിഡൻ്റ് ഒക്കെ വരുന്ന പോലെ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ബ്രെയിനിന് ഒരു മേജർ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് പഴയ പോലെ ആക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും അതിനകത്ത് നമുക്ക് ചികിത്സിക്കാവുന്ന കാര്യങ്ങളുണ്ട് കുറേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അപ്പോൾ നല്ലൊരു ചികിത്സ, നല്ലൊരു മോണിറ്ററിങ് നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പൂർണ്ണമായിട്ട് നോർമലാക്കാൻ പറ്റിയെന്ന് വരില്ല ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, നവജാത ശിശുക്കളിലെ ഈ പ്രശ്നങ്ങളും മസ്തിഷ്ക ജ്വരവും ഒക്കെ ഉടനെ ചികിത്സിച്ചാൽ നമുക്ക് ഒരു നല്ല പരിധി വരെ അവരെ നോർമലാക്കി എടുക്കാൻ പറ്റും. പക്ഷേ നല്ലൊരു ഡാമേജ് ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൂർണ്ണമായി നോർമലാക്കുക എന്നുള്ളത് പലപ്പോഴും വിഷമമായിരിക്കും. ഏത് പ്രായത്തിൽ, സാധാരണ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ മസ്തിഷ്ക രോഗങ്ങൾക്കുള്ള ചികിത്സയൊക്കെ തുടങ്ങാൻ സാധിക്കുമോ? മസ്തിഷ്ക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏത് പ്രായത്തിലും വരാം. അതായത് ഇപ്പം നവജാത ശിശുക്കളിൽ വരാം. നവജാത ശിശുക്കളിൽ ഈ ന്യൂബോൺ ICUവിനകത്ത് സീഷർ പോലെ, അതായത് ഫിറ്റ്സ് പോലെ വരാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഓക്സിജൻ കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, ഓക്സിജൻ കുറഞ്ഞ് ബ്രെയിനിൻ്റെ ഡാമേജ് വരാം. അത് കഴിഞ്ഞ് എല്ലാവിധ അസുഖങ്ങളും, ഈ മസ്തിഷ്ക ജ്വരം ഒക്കെ ഏത് വയസ്സിലും വരാം. കുട്ടികളിൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, അതാണ് ഇത് മസ്തിഷ്കത്തിൻ്റെ അസുഖമാണ് എന്ന് ചികിത്സിക്കാൻ ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് രോഗനിർണയം നടത്തി ഉടനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഏത് പ്രായത്തിലും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓട്ടിസം പോലുള്ള രോഗങ്ങൾ മാതാപിതാക്കൾക്ക് അത് നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റുമോ? കുട്ടികളെ പ്രത്യേകിച്ച് ക്ലോസ് ആയിട്ടൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ പിക്ക് ചെയ്യാൻ പറ്റുമോ? ഓട്ടിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാമൂഹ്യമായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ്, നമ്മൾ കുട്ടികളിൽ വരുന്ന ഓരോ പ്രായത്തിലും ഓരോ ഡെവലപ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമുക്ക് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാവുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ചെറിയ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ പിന്നോട്ട് പോക്കോ ആണ് ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പം ഒരു 1.5 മാസമാകുമ്പം അമ്മയെ നോക്കി ചിരിക്കണം, കണ്ണിൽ നോക്കും. നമ്മൾ ചിരിപ്പിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ മുഖത്ത് നോക്കും. ചെറിയ 1.5 മാസത്തിൽ നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കാൻ ആരംഭിക്കും. അത് കഴിഞ്ഞൊരു 3 മാസമാകുമ്പം അമ്മ ആരാണെന്ന്
ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു 6 മാസം ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും കുട്ടിക്ക് അറിയാം. പുറത്തുനിന്നുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാൻ തുടങ്ങും. സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയും. ഇങ്ങനെ ഒരു സാമൂഹ്യമായൊരു ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത ലെവലാണ് ഒരു വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾ അമ്മ, അച്ഛ, അല്ലെങ്കിൽ 2-3 വാക്കുകൾ സംസാരിക്കുക, അല്ലെങ്കിൽ നീഡ്സ് പറയുക. അതായത് നമ്മൾ പറയാനുള്ള ആവശ്യങ്ങൾ ശബ്ദങ്ങളിലൂടെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ കൈകളിലൂടെ അവതരിപ്പിക്കുക. അപ്പം ഇതിൽ വരുന്ന ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു പിന്നോട്ട് പോക്കാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി അതർവൈസ് കഴുത്തൊക്കെ നേരെ പിടിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ മുഖത്ത് നോക്കുന്നില്ല. കുട്ടി മുഖത്ത് നോക്കി നമ്മളൊരു 3 മാസമുള്ളൊരു കുട്ടി അല്ലെങ്കിൽ 4 മാസമുള്ള കുട്ടി നമ്മൾ കളിപ്പിക്കുമ്പോൾ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ ഉള്ളൂ, നമ്മളെ മുഖത്ത് നോക്കുന്നില്ല. അതൊരു ഏർലിയസ്റ്റ് സൈനാണ്. അത് ഓട്ടിസം തുടങ്ങുന്നതിൻ്റെ ഒരു ആദ്യത്തെ സൈനായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു 6 മാസമായി കഴിഞ്ഞാലും നമ്മൾ വീട്ടിലുള്ള ആരെയും കുട്ടിക്ക് അറിയാൻ പറ്റുന്നില്ല, നമ്മളോടൊരു സ്നേഹം കാണിക്കുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ, നമ്മൾ സംസാരത്തിലൂടെ മാത്രമല്ല, മുഖത്ത് സ്നേഹം കാണിക്കാം, അല്ലെങ്കിൽ ആക്ഷനിലൂടെ സ്നേഹം കാണിക്കാം. അച്ഛൻ വൈകുന്നേരം വരുന്ന സമയത്ത് കുട്ടി അതിൻ്റെ ഒരു സന്തോഷം, അച്ഛനെ കാണുമ്പോൾ ഒരു സന്തോഷം കാണിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ സാധാരണ ചോദിക്കാറ്, അമ്മ കുറച്ച് നേരം മാറി നിൽക്കുമ്പം ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മ തിരിച്ചു വരുമ്പോൾ കുട്ടി അതിൻ്റെ ഒരു സന്തോഷം ഒരു 8 മാസത്തിൽ കാണിക്കും. അത് കാണിക്കുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് അവരുടെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നേരത്തെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ അതിനുള്ള ചികിത്സകളും അതിനുള്ള പുതിയ റെമഡിയൽ തെറാപ്പീസ് പലതും ഉണ്ട്. എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് ഒരു പ്രധാന ഫാക്ടറാണ്. എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് ചികിത്സകൾ മാറും. പക്ഷേ എന്ത് തന്നെയായാലും ഇതിന് ഒരു റീഹാബിലിറ്റേഷൻ റെജിം ഉണ്ട്. അതായത് എങ്ങനെ ചികിത്സിക്കാം, ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ തെറാപ്പി, ഇങ്ങനത്തെ പല രൂപങ്ങളുണ്ട്. അപ്പോൾ അത്തരം ചികിത്സാ രീതികൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഈ ഫൈനൽ ഔട്ട്കം, അതായത് ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ഡെഫിസിറ്റിൻ്റെ ലെവൽ ഒരുപാട് കുറയ്ക്കാൻ പറ്റും പ്രായം കൂടുതൽ. അതേസമയത്ത് ഒരു 3 വയസ്സോ 4 വയസ്സോ ആയിട്ടാണ് നമ്മൾ ഇതാണ് കുഴപ്പമാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചികിത്സയ്ക്ക് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് മോഡിഫൈ ആവുന്ന ഒരു സമയം കുറയുകയാണ്. അതായത് സംശയം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഉടനെ ഒരു നല്ലൊരു ഡോക്ടറെ, ശിശുരോഗ പീഡിയാട്രീഷ്യനെ കണ്ടാൽ മതി. പീഡിയാട്രീഷ്യൻസിന് എല്ലാവർക്കും പറയാൻ പറ്റും അത്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എന്റെ മോനെ 12 വയസ്സുണ്ട്. അവന് ഡോക്ടറാണ് ചികിത്സിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ സാറിനെ ടിവിക്കകത്ത് കണ്ടോണ്ട് ഇപ്പൊ വിളിച്ചതാ. സാറ് അറിയുമായിരിക്കും, ജോർജ് കുട്ടി പാലായിൽ നിന്ന്. സാറേ, അതെ, അവന് ഇപ്പം മരുന്നൊക്കെ സാർ നിർത്തിയായിരുന്നു. ഒരു 4-5 വർഷം മുമ്പ് നിർത്തിയായിരുന്നു. അപ്പൊ ഇപ്പൊ അവനിപ്പം സ്കൂളിൽ പോകാനായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല. കാരണം കൈക്ക് ഭയങ്കര വിറയല. അവൻ ഈ വാൽപ്പാരിന്, ടോപ്പാമയ്ക്ക് അങ്ങനെയുള്ള മരുന്നുകളാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ കൈക്ക് ഭയങ്കര വിറയലുണ്ട് ഇപ്പം. ഇപ്പൊ മരുന്നുകൾ കഴിക്കുന്നില്ലല്ലോ, നമ്മൾ നിർത്തിയതല്ലേ? ഒന്നുമില്ല. മരുന്നുകൾ നിർത്തിയിട്ട് 4 കൊല്ലത്തോളമായി. അത് കഴിഞ്ഞിട്ട് 2 നിർത്തി ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പൊ അവന് ഹൈപ്പർ ആക്റ്റീവ് കൂടുതലുണ്ടായിരുന്നു എന്ന് അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നേ. അപ്പൊ ഇപ്പൊ അവന് കൈക്ക് ഇപ്പം നമ്മള് കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, എല്ലാം ബൈഹാർഡാ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അവനത് ഓർമ്മയിൽ നിൽക്കും, അത് ബൈഹാർഡാണ്. പക്ഷെ എഴുതാൻ സാധിക്കുന്നില്ല, നമുക്ക് സ്കൂളിൽ വിടാൻ സാധിക്കുന്നില്ല അവനെ എഴുതാ. അപ്പൊ ഈ വിറയൽ മാറാനായിട്ട് എന്നാ സാറേ നമുക്കത് എന്തെങ്കിലും ഒരു അത് നമുക്ക് വിറയൽ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ള അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എഴുത്ത് കുറച്ചും കൂടി ഹയർ ഫോമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം നമുക്ക് സംസാരിക്കാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എഴുതണം, ആ കൺസെപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രെയിനിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി കൂടുതൽ വേണം. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു ചെറിയ ബ്രെയിനിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ പലപ്പോഴും പറയുക അവനെല്ലാം അറിയാം, പക്ഷെ അവന് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ എഴുതാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വിറയലുണ്ടെന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് അത് വിറയൽ? അത് ബ്രെയിനിൻ്റെ ഒരു എവിടെയെങ്കിലും കൈ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തുള്ളൊരു ഡാമേജ് ആണോ, അതോ കൈയിൻ്റെ പ്രവർത്തനത്തിലുള്ളൊരു വൈകല്യമാണോ, അതോ എഴുത്തുന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാവാത്തതാണോ, അക്ഷരങ്ങൾ മനസ്സിലാവാത്തതാവാം. അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് അത് വരാം. അപ്പോൾ എന്താണെന്നുള്ളതനുസരിച്ചിട്ട് വേണം നമ്മളത് തീരുമാനിക്കാൻ. ഓക്കെ, ഈ ഓട്ടിസം പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായും നമ്മുടെ പരിധിയിൽ നിർത്താൻ പറ്റിയ രോഗങ്ങളാണോ? ഓട്ടിസം ഈ പറയുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ കൂടുതലായി കാണുന്നു, ഇപ്പോൾ ഓട്ടിസം വളരെ കൂടുതലായി കാണുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയും തോറും ഇത്തരം മൈനർ ഡെഫിസിറ്റ് ഉള്ളവർക്ക് കൂടുതലായിട്ട് അത് എക്സ്പ്രസ്ഡ് ആവും എന്ന് പറയും. അതായത് ഇപ്പം വീട്ടിനകത്ത് ഇപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന പല പേഷ്യൻസും പല കുട്ടികളും ഇപ്പം ഗൾഫിൽ നിന്ന് കൂടുതൽ കുട്ടികൾ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയ ഡെഫിസിറ്റേ ഉള്ളൂ, സംസാരിക്കാനുള്ളൊരു കുറവ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രാക്ഷനുള്ളൊരു കുറവുണ്ട്. അപ്പോൾ അതിന് കൂടുതലായിട്ട് എക്സ്പോഷറാണ് വേണ്ടത്, കൂടുതൽ സമയം
സ്പെൻഡ് ചെയ്ത് കൂടുതൽ ആൾക്കാരായിട്ട് പെരുമാറി കൂടുതൽ ആൾക്കാരെ കണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡെഫിസിറ്റ് കുറയും. അതേസമയത്ത് ആ കുട്ടിയെ എപ്പോഴും ഒരു റൂമിന് അടച്ചിരുത്തി എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുക, കുട്ടിക്ക് ആ സോഷ്യൽ ഇൻട്രാക്ഷനുള്ള ചാൻസ് കുറയും തോറും ഇത് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം നമ്മളുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യത്യാസത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയുണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ കൂടുതൽ ഒരു വീട്ടിൽ ഇപ്പം അച്ഛനും അമ്മ കുട്ടി മാത്രമേ ഉള്ളെങ്കിൽ അച്ഛൻ രാവിലെ ജോലിക്ക് പോകും, അമ്മയും ചിലപ്പോൾ ജോലിക്ക് പോകും, കുട്ടി ഒരു ഇതിനകത്തായിരിക്കും. അല്ലെങ്കിൽ അമ്മ വീട്ടിലുണ്ടെങ്കിൽ പോലും അമ്മ കുട്ടിയെ ടി വിയുടെ മുന്നിൽ ഇരുത്തിയിട്ട് അമ്മയുടെ ജോലികൾ ചെയ്യും. അപ്പോൾ അവിടെ കൂടുതൽ സംസാരങ്ങൾ വരുന്നില്ല. അതേസമയത്ത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരുപാട് പേരുള്ള ഒരു സ്ഥലത്ത് പലപ്പോഴും ഒരുപാട് ലാംഗ്വേജ് എക്സ്പോഷർ വരും അവിടെ. അപ്പോൾ ഒരുപാട് ഭാഷാ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഇത്തരം മൈനർ ഡെഫിസിറ്റ് ഉള്ളവർക്ക് ആക്ച്വലി അവരുടെ ഫങ്ഷണൽ ഔട്ട്കം, അതായത് പുറത്തോട്ടുള്ള അവരുടെ ഔട്ട്കം കുറേ കൂടി ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടും. അപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളുള്ളവർക്ക് ആ ഒരു എൻവയോൺമെൻറ്റ്, അതായത് ആ പരിസ്ഥിതിയുള്ള ഒരു പ്രശ്നം കൊണ്ട് കൂടുതലായിട്ട് വരും. അപ്പോൾ പലപ്പോഴും ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ അവരൊരു 6 മാസം ഇവിടെ നിന്ന് ഒരുപാട് വീട്ടിലൊക്കെ നടന്ന് അവിടെ ഓടി നടന്ന് കുറേ പേരൊക്കെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുറേ വാക്കുകൾ അങ്ങ് വരും. അപ്പോൾ പലപ്പോഴും ഇതിനെ എസ്പെഷ്യലി ഈ മൈൽഡ് ഓട്ടിസം ഉള്ള കുട്ടികളിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ, എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ ലാംഗ്വേജിൻ്റെ ഒരു വളർച്ച പെൺകുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പിന്നോട്ടാണ്. എന്ന് വെച്ചാൽ ഭാഷാപരമായ സ്വാധീനം പുരുഷന്മാരിൽ കുറച്ചും കൂടി കുറവാണ്. അത് ഒരു വൈദ്യശാസ്ത്രപരമായ അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ, അതായത് മൈൽഡ് ഓട്ടിസം ആൺകുട്ടികളിൽ വരുന്നു, ഈ പരിസ്ഥിതികളുടെ പ്രശ്നം കൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% അതൊക്കെ നോർമലാക്കി എടുക്കാൻ പറ്റും. അതേസമയത്ത് ബ്രെയിനിൻ്റെ വലിയൊരു ഡാമേജ് കാരണം വരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത്ര പെട്ടെന്ന് നോർമലായിക്കൊള്ളുന്നില്ല. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ, ചോദിച്ചോളൂ. എന്റെ കുട്ടിക്ക് ഒരു 4.5 വയസ്സായി. അവൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഒരു 3 വയസ്സ് ആയാലാണ്. ഇപ്പോഴും സംസാരത്തിൽ പകുതി ചില അക്ഷരങ്ങളൊന്നും ഇപ്പോഴും ഒരു ക്ലിയർ ആയിട്ട് കിട്ടണില്ല. സ്പീഡ് പറയുമ്പോൾ ശരിക്കും ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ല. പിന്നെ ഇപ്പൊ സ്കൂളിൽ LKG ചേർത്തിയിട്ടുണ്ട്. പക്ഷെ കുട്ടിക്ക് എഴുതാൻ അറിയും, പക്ഷെ വായിക്കാൻ ഓർമ്മയില് ഇങ്ങോട്ട് കിട്ടണില്ല, അറിയണില്ല. എന്താണ്? അല്ല, നേരത്തെ നടന്നതിരുന്നതെല്ലാം നോർമൽ ആയിട്ടാണോ കുട്ടി, അതോ അതൊക്കെ വൈകിട്ടായിരുന്നോ? എല്ലാവർക്കും നല്ല സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ചില ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഡിലേ മാത്രമായിട്ട് വരുന്നത്. അതായത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പല ഫീൽഡായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതായത് നടക്കാനും ബേസിക് ഫങ്ഷൻസ്, അതായത് നടക്കാനിരിക്കാനും കൈകൾ യൂസ് ചെയ്യാനുള്ള ഒരു ഫങ്ഷൻ, അത് ഗ്രോസ് മോട്ടോർ ഫൈൻ മോട്ടോർ എന്ന് പറയും. പിന്നെ നമ്മൾ അഡാപ്റ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ. മൂന്നാമത്തായിട്ട് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് ഏറ്റവും ഹയർ ലെവലാണ്. അപ്പോൾ ഏറ്റവും ഒരു മൈനറായിട്ടുള്ള ഒരു ഡിഫറൻസ് ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യതിയാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഈ ലാംഗ്വേജ് പ്രോബ്ലംസ് ആയിട്ട്, ഭാഷാപരമായ പ്രശ്നങ്ങളായിട്ടാണ് ഒന്ന് വരിക. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂളിൽ പഠിക്കാനുള്ള ആ കൺസെപ്റ്റ് ഫോർമേഷൻ, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവും അതിന് നല്ല ഭാഷാ സ്വാധീനം വേണം. നല്ല ഭാഷാ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡിലേ ഉള്ളൊരു കുട്ടിയെ നമ്മൾ ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതിയുടെ ഒരു പ്രശ്നമുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പോയത് 5 വയസ്സിലാണ്, 6 വയസ്സിലാണ്. ഇപ്പം നമ്മൾ 3 വയസ്സിലെ കുട്ടികളെ വിടുന്നു. അപ്പം 3 വയസ്സിലെ വിടാം, അവരുടെ ബുദ്ധിപരമായ വികാസം അത്രയ്ക്കുണ്ട്, ലാംഗ്വേജിൻ്റെ ഭാഷാപരമായ വികാസം അത്രയ്ക്കുണ്ടെങ്കിൽ. അതില്ലാത്തൊരു കുട്ടിയെ നമ്മൾ കൊണ്ടുപോയിട്ട് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ LKGയിൽ പല LKGകളിലും അവർ നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. ചില സ്കൂളുകളിൽ അത്രയ്ക്കില്ല. അപ്പോൾ ഇത് നമ്മളുടെ കുട്ടിയുടെ ഡെഫിസിറ്റ്, കുട്ടിയുടെ ലെവൽ എത്രയാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഈ പഠനം തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പ്രത്യേകിച്ച് അവർ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഫിക്സഡ് ഡെഫിസിറ്റ് അല്ല. പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ഈ കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അവരുടെ ലെവൽ എത്രയാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് ചെയ്യാവുന്ന എത്രയാണെന്ന് കണ്ട് അതിനനുസരിച്ചിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അല്ലാതെ ഇതിനകത്തൊരു ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് കൊടുത്ത് ഉടനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അവരുടെ ലെവൽ ഓഫ് ഇതിനനുസരിച്ച് ഫങ്ഷൻസിനനുസരിച്ചിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും പറ്റും. അങ്ങനെ ഇങ്ങനത്തെ കുട്ടികളെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് വരും നമ്മളതുപോലെ സ്പെഷ്യൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന്. നന്ദി. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.